നമസ്കാരം. നമ്മുടെ ഈ ആഴ്ചയിൽ വന്നിട്ടുള്ള നല്ല ഹെവി സൈസ് നല്ല ഹെവി അടിപൊളി സൈസ് ആയിട്ടുള്ള അതെ നല്ല പശുവാണല്ലേ? ഹെവി സൈസ് ആയിട്ടുള്ള നല്ല HF ജേഴ്സി ക്രോസിനകത്തിൽപ്പെട്ട അത്യാവശ്യം നല്ല നല്ലൊരു വെയിറ്റ് പശു. വരുന്നൊരു പശുവാണത്. നല്ല ഹെവി സൈസ് ഏകദേശം എന്റെ ചെസ്റ്റോളം ഞാനിപ്പോ ഏകദേശം കുറച്ച് താഴ്ഭാഗത്താണ് നിൽക്കുന്നത്. ഏകദേശം എന്റെ ചെസ്റ്റോളം മറവിൽ നിൽക്കുന്നത്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിപ്പോ ഇവള് ഒരു പ്രസവിച്ചിട്ട് കാര്യമുണ്ട്. നല്ല ഹൈറ്റ് ഉള്ള ഒരു പശുവിന്റെ അടുത്ത് ഹൈറ്റ് ഉള്ള വ്യക്തി നിൽക്കുമ്പോൾ ഇത്രത്തോളം ഉണ്ട്. ഞാൻ വളരെ അതെ, അതെ. ചെറിയ ഹൈറ്റ് കുറഞ്ഞ ആളല്ല. അതെ, അതെ. ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ എനിക്ക് പറയുന്നത് ഭയങ്കര ഹെവി ആണെന്ന്. എനിക്ക് ഏകദേശം 176 സെന്റിമീറ്ററോളം അതെ. ഹൈറ്റ് ഉണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പശു നല്ല ഹെവി സൈസ് ആയിട്ടുള്ള പശുവാണ്. പശുവാണ്. ഇത് പിന്നെ ഇവളിപ്പോ എത്രാമത്തെ പ്രസവമാണ് ചേട്ടാ ഇവൾ അത്? ഇനി പ്രസവിക്കുന്ന രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ 6 പ്രസവം. പല്ല് നിരപ്പായിട്ടുണ്ട്. 6 പല്ല്. 6 പല്ല് നിരപ്പ്. ഇനി എട്ടാമത്തെ പല്ല് നിരക്കുന്നതേ ഉള്ളൂ. ഇനി ഇവൾ പ്രസവിക്കാൻ 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. 10 ദിവസം ഗ്യാപ്പുണ്ട്. 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. സാധാരണ നമ്മൾ ഈ നാട്ടിലെ പശുക്കൾക്ക് യൂറിയ അടങ്ങിയ ഫുഡ് കൊടുക്കുന്നുണ്ടാണ് 8, 8.5 മാസം ആകുമ്പോൾ അവരുടെ മടി നല്ല രീതിക്ക് ആയി വരും. ആയി വരും. തമിഴ്നാട് പശുക്കൾക്ക് ഈ കുച്ചിപ്പിണ്ണാക്കും അതുപോലെ ഈ തവിടും ഒക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് ഏകദേശം മടിയാവാത്തത്. അപ്പൊ ആവാത്ത അതുകൊണ്ട് ഇവർ പ്രസവ സമയത്തിന് 3-4 ദിവസം മുന്നേ ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ, നല്ല രീതിക്ക് മടി മടി ഇറക്കത്തുള്ളൂ. ഇറക്കത്തോളൂ. അല്ലാതെ ഇവിടെ കൊണ്ടുവരുന്ന പശുക്കൾക്ക് മടിയില്ല, അകിടില്ല, ഇത് 1 മാസം 2 മാസം എന്ന് പറയുന്ന കർഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഓരോ ആഴ്ചയും ഓരോ പാഠപുസ്തകമാണ് ഓരോ പശുക്കൾ. അപ്പൊ ഓരോ പശുക്കൾ നമ്മൾ കാണുന്നുണ്ട്, അറിയാം. നമ്മൾ 8 മാസം 7 മാസമുള്ള പശുക്കളെ ഇവിടെ കൊണ്ടുവരുന്നില്ല. നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം 8 ദിവസം ഗ്യാപ്പുള്ള പശുക്കളെയാണ് കൊണ്ടുവരുന്നത്. തീറ്റയുടെ ഒരു ഡിഫറൻസിലാണ് അവരുടെ അകിട് വെക്കാത്തതും വെക്കുന്നതും ഒക്കെ. ഇപ്പൊ ഞാൻ കേട്ടോ? ഒരു സംശയം ഓക്കെ, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഉം. പനി ഉണ്ടാന്ന് പറയും. പനി അതെ അതെ. പനി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ഉണ്ടാവും. എന്താ ചെയ്യേണ്ടത്?